പ്രയാഗ്രാജിൽ 144 വർഷങ്ങൾക്ക് ശേഷം നടന്ന മഹാകുംഭമേള ജനുവരി 13 ആരംഭിച്ച് ഫെബ്രുവരി 26 സമാപിച്ചത്. 45 ദിവസമായി നീണ്ടുനിന്ന തീർത്ഥാടനത്തിൽ 60 കോടിയിലധികം ഭക്തരാണ് ഒഴുകിയെത്തിയത്. ഇപ്പോഴിതാ കുംഭമേള അവസാനിച്ച് ദിവസങ്ങൾ പിന്നിടുമ്പോൾ പ്രയാഗ്രാജിലെ വിവിധ സ്ഥലങ്ങളുടെ ഇപ്പോഴത്തെ ചിത്രങ്ങൾ പ്രമുഖ വാർത്താ ഏജൻസി പുറത്തുവിട്ടിരിക്കുകയാണ്. 2 മാസക്കാലം ജനങ്ങൾ തിങ്ങിയെത്തിയ സ്ഥലങ്ങൾ വിജനമായിരിക്കുകയാണ്. 1000-ൽ പരം ടെന്റുകൾ അഴിച്ചുമാറ്റി. കുംഭമേള നടന്ന പ്രദേശങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ വാഹനങ്ങൾക്ക് അനുമതി ലഭിച്ചു. ഇപ്പോൾ അധികം ആളുകൾ സന്ദർശനത്തിനും എത്തുന്നില്ല. കുംഭമേള നടന്ന പരിസരങ്ങൾ ശുചിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശ് സർക്കാർ വെള്ളിയാഴ്ച 15 ദിവസത്തെ ശുചിത്വ പരിപാടിക്ക് തുടക്കം കുറിച്ചിരുന്നു. സംഘം കട്ടുകൾ, മേള നടന്ന പരിസരങ്ങൾ തുടങ്ങിയവ പഴയതുപോലെ വൃത്തിയാക്കാനാണിത്. ലോകത്തെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വന്നെത്തുന്ന വേദിയാണിത്. 66 കോടിയിലധികം ഭക്തരാണ് ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തിയത്. കുംഭമേളയുടെ ഭാഗമായി 15,000-ലധികം ശുചിത്വ തൊഴിലാളികളും 2,000-ൽ പരം ഗംഗാസേവ ദൂതുകളുമായാണ് യാതൊരു വിശ്രമവുമില്ലാതെ ജോലി ചെയ്തത് എന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞിരുന്നു. സംസ്ഥാന സർക്കാർ പുറത്തുവിടുന്ന വിവരമനുസരിച്ച് മഹാകുംഭമേളയോടനുബന്ധിച്ചുണ്ടായ എല്ലാ മാലിന്യങ്ങളും നൈനിയിലെ ബസ്ഫർ പ്ലാന്റിലാണ് സംസ്കരിക്കുന്നത്. ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി അർബൻ ആൻഡ് റൂറൽ വാട്ടർ കോർപ്പറേഷൻ സ്ഥാപിച്ച പൈപ്പുകളും വൈദ്യുതി വകുപ്പ് സ്ഥാപിച്ച തെരുവ് വിളക്കുകളും ടെന്റുകളും നീക്കം ചെയ്യുകയാണ്. കൂടാതെ ഇവിടെ താൽക്കാലികമായി സ്ഥാപിച്ച 1.5 ലക്ഷം ശുചിമുറികളും കുറച്ചു ദിവസങ്ങളായി നീക്കം ചെയ്തു വരികയാണ്. അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കായി പ്രയാഗ്രാജിൽ 7,000 കോടി രൂപയാണ് സർക്കാർ ചെലവഴിച്ചത്. AI സാങ്കേതിക വിദ്യയിൽ അടിസ്ഥാനപ്പെടുത്തിയ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ആൾക്കൂട്ടത്തിന്റെ ചെറു അനക്കങ്ങൾ പോലും വ്യക്തതയോടെ പകർത്താൻ കഴിയുന്ന 2,700 CCTV ക്യാമറകളാണ് മേളയിലൊട്ടാകെ വിന്യസിച്ചിരുന്നത്. കൂടാതെ 40,000 പോലീസുകാരെയും സുരക്ഷയുടെ ചുമതല ഏൽപ്പിച്ചിരുന്നു. നിരവധി മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം ചെയ്യാൻ എത്തിയിരുന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആപ്പിൾ കോ-ഫൗണ്ടർ സ്റ്റീവ് ജോബ്സിന്റെ ഭാര്യ ലോറിൻ പവൽ ജോബ്സ്, സിനിമാ താരങ്ങൾ, വ്യവസായ പ്രമുഖർ എന്നിവരും എത്തിയിരുന്നു. അതിനിടെ അടുത്ത കുംഭമേള 2027 മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നടക്കുമെന്ന് NDTV റിപ്പോർട്ട് ചെയ്യുന്നു. നാസിക്കിൽ നിന്ന് ഏകദേശം 38 കിലോമീറ്റർ അകലെയുള്ള ത്രയംബകേശ്വറിലാണ് മതപരമായ പരിപാടി നൽകുക. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് ഗോദാവരി. ഈ നദിയുടെ തീരത്താണ് ഈ നാസിക് സ്ഥിതി ചെയ്യുന്നത്. ത്രയംബകേശ്വർ ശിവക്ഷേത്രവും ഇവിടെയാണ് ഉള്ളത്. റിപ്പോർട്ടുകൾ പ്രകാരം 2027 കുംഭമേള ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 17 വരെ നടക്കും. വരുന്ന കുംഭമേളയിൽ നടപ്പാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞു. മുംബൈയിൽ നടന്ന നാസ്കോം ടെക്നോളജി ആൻഡ് ലീഡർഷിപ്പ് ഫോറത്തിലാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. 2027 നാസിക് കുംഭമേളയിൽ അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കണമെന്നും നേരിട്ടെത്താൻ സാധിക്കാത്തവർക്ക് ഇത് കാണുന്നതിനായി ഓൺലൈൻ സംവിധാനം ഒരുക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രയാഗ്രാജ്, ഹരിദ്വാർ, നാസിക്, ഉജ്ജയിൻ എന്നീ 4 നഗരങ്ങളിലാണ് കുംഭമേളകൾ നടക്കുന്നത്. 3 വർഷത്തിലൊരിക്കൽ ഒരു കുംഭമേളയെങ്കിലും ഈ നഗരങ്ങളിൽ സംഘടിപ്പിക്കാറുണ്ട്. 4 വർഷത്തിലൊരിക്കൽ നടക്കുന്ന കുംഭമേളയെ കുംഭമേള എന്നും 6 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മേളയെ അർദ്ധകുംഭമേള എന്നും വിളിക്കുന്നു. 12 വർഷത്തിലൊരിക്കൽ നടത്തുന്ന മേളയെ മഹാകുംഭമേള എന്ന് വിളിക്കുന്നു. ഇപ്പോൾ സമാപിച്ചതാണ് മഹാകുംഭമേള. 144 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ കുംഭമേള സംഭവിച്ചത്. 12,670 കോടി രൂപയാണ് ഉത്തർപ്രദേശ് സർക്കാർ കുംഭമേളയ്ക്കായി ചിലവഴിച്ചത്. 40 കോടി തീർത്ഥാടകരെയാണ് പ്രതീക്ഷിച്ചിരുന്നത് എങ്കിലും 50 കോടിയും കവിഞ്ഞു. പ്രയാഗ്രാജിനപ്പുറം വാരണസി, അയോധ്യ പോലുള്ള നഗരങ്ങൾക്കും കുംഭമേളയുടെ പ്രയോജനം ലഭിച്ചിരുന്നു. ഹോട്ടൽ, ഭക്ഷണം, യാത്ര, മതപരമായ കച്ചവടങ്ങൾ, ലോജിസ്റ്റിക് മേഖലകളിലെല്ലാം വലിയ ചലനമാണ് ഈ കാലയളവിൽ ഉണ്ടായത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.